നമസ്കാരം. കോട്ടക്കാവ് പള്ളി. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ പട്ടണത്തിന് സമീപമുള്ള ഒരു ചെറു പട്ടണമാണ് പറവൂരിലെ കോട്ടക്കാവ്. കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ തോമാസ് ശ്ലീഹ തൻ്റെ ശുശ്രൂഷ പര്യടനത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് അതിന് സമീപത്തുള്ള കോട്ടക്കാവ് എന്ന സ്ഥലത്ത് ഒരു കരിങ്കൽ കുരിശ് സ്ഥാപിച്ചാണ് അവിടെ വിശ്വാസ സമൂഹത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ആരംഭിച്ച പള്ളിയാണ് കോട്ടക്കാവ് പള്ളി. പറവൂർ പ്രദേശത്തുള്ള പല ദേശങ്ങളും അറിയപ്പെട്ടിരുന്നത് കാവുകളുടെ പേരിലായിരുന്നു. ചെറിയ ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ ഉള്ള സ്ഥലങ്ങളെയാണ് കാവ് എന്ന് വിളിച്ചിരുന്നത്. കോട്ടക്കാവ്, പുതിയ കാവ്, തോന്നിയ കാവ്, മേൽക്കാവ്, അണ്ടിപ്പള്ളിക്കാവ് എന്നിവയായിരുന്നു ഇവയിൽ ചിലത്. ഇന്നും ഈ സ്ഥലങ്ങളെല്ലാം ഈ പേരിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 52 സ്ഥാപിക്കപ്പെട്ട ഈ പള്ളി ഭാരതത്തിലെ തന്നെ ആദ്യത്തെ പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത്. വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് കോട്ടക്കാവ് പള്ളിയുടെ ചരിത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. മാർത്തോമാ ശ്ലീഹ പറവൂരിലെ കോട്ടക്കാവിലെത്തിയപ്പോൾ പട്ടമന നമ്പൂതിരിമാരുടെ സ്വന്തമായിരുന്ന കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയായിരുന്നു. വിദേശ വേഷത്തിലെത്തിയ തോമാസ് ശ്ലീഹായെ കണ്ടപ്പോൾ അവർക്ക് അതിശയം തോന്നി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് താൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് മനസ്സിലായില്ല. അതൊന്നും ഗൗനിക്കാതെ അവർ ശ്ലീഹായെ പരിഹസിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. അപ്പോൾ തോമാസ് ശ്ലീഹ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് അവിടെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും ചെയ്തു. ഉത്സവത്തിന് തിടമ്പേറ്റിയിരുന്ന ഒരൊറ്റക്കണ്ണൻ ആനയും അവിടെ കൂടിയിരുന്ന കുറേ മനുഷ്യരും അതോടെ ബോധരഹിതരായി നിലത്ത് വീണു. ഇതിനെ തുടർന്ന് നാടുവാഴികളും നമ്പൂതിരിമാരും മറ്റുള്ള ജനങ്ങളും പരിഭ്രാന്തരായി. തോമാസ് ശ്ലീഹയുടെ അടുക്കൽ വന്ന് മാപ്പപേക്ഷിക്കുകയും താങ്കളിൽ എന്തോ ദിവ്യത്വം കാണുന്നു എന്നും അതിനാൽ ഉടനെ ഇവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും ശ്ലീഹായോട് അപേക്ഷിച്ചു. ശ്ലീഹ പ്രാർത്ഥിച്ച ഉടൻ കാറ്റ് ശമിക്കുകയുണ്ടായി. ശ്ലീഹ അമ്പലക്കുളത്തിൽ ഇറങ്ങി വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച ശേഷം അവരുടെ മേൽ തളിച്ചു. അവർക്ക് പെട്ടെന്ന് ബോധം വീണ്ടും കിട്ടി. ആന പൂർവ്വസ്ഥിതിയിലായി. തോമാസ് ശ്ലീഹ പ്രവർത്തിച്ച ഈ അത്ഭുതം കണ്ട് പലരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും തുടർന്ന് മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോട്ടക്കാവിലെ ഒരു പ്രധാന ഹൈന്ദവ കുടുംബം തോമാസ് ശ്ലീഹായ്ക്ക് പള്ളി സ്ഥാപിക്കാനായി അവരുടെ ഭൂമി ദാനമായി നൽകി. അതവരുടെ കുടുംബക്ഷേത്രം നിലനിന്നിരുന്ന വസ്തുവായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കോട്ടക്കാവിൽ ഈ ഹൈന്ദവ കുടുംബം ദാനമായി നൽകിയ സ്ഥലത്താണ് മാർത്തോമാ ശ്ലീഹ ആദ്യത്തെ പള്ളി പണിയുകയും അതിൽ കരിങ്കൽ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തത്. ഈ കരിങ്കൽ കുരിശാണ് കോട്ടക്കാവിലെ മാർത്തോമാ കുരിശ് എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ ഈ കരിങ്കൽ കുരിശ് പേർഷ്യൻ കുരിശ് എന്ന പേരിൽ അറിയപ്പെട്ടു വന്നിരുന്നു. മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവർഷം 52 സ്ഥാപിച്ച പള്ളി വിശ്വാസികളുടെ എണ്ണം കൂടിയപ്പോൾ അവരുടെ ആവശ്യം പരിഗണിച്ച് വിവിധ കാലങ്ങളിൽ പുതുക്കി പണിയുകയുണ്ടായി. 9-ാം നൂറ്റാണ്ടിലും 1308-ലും 1790-ലും പള്ളി പുതുക്കി പണിതു. കൽദായ മെത്രാന്മാരായ മാർ സാപ്പോറിൻ്റെയും മാർ പ്രോത്തിൻ്റെയും കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ പള്ളി കോട്ടക്കാവിൽ വന്നത്. പാരമ്പര്യപ്രകാരവും പള്ളിരേഖകൾ പ്രകാരവും കോട്ടക്കാവിലെ മൂന്നാമത്തെ പള്ളി പണിയപ്പെട്ടത് ക്രിസ്തുവർഷം 1308-ലായിരുന്നു. 1789-ൽ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അധിനിവേശ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ ഉണ്ടായ കേടുപാടുകൾ നീക്കി 1790-ൽ ഈ പള്ളി പുതുക്കി നിർമ്മിച്ചു. ഈ പള്ളിയാണ് 1938-ൽ ഇവിടെ പുതിയ പള്ളി വരും വരെ തല ഉയർത്തി നിന്നിരുന്നത്. 2002-ൽ പള്ളിയിൽ ചില നവീകരണങ്ങൾ വരുത്തുകയുണ്ടായി. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച കൽക്കുരിശാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോയുടെ കുരിശ് മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം കുരിശ് ക്രിസ്തു ശിഷ്യരുടെ അടയാളമായി മാറുകയായിരുന്നു. ഈശോയുടെ കുരിശ് മരണത്തിന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് തോമാസ് ശ്ലീഹ കേരളത്തിൽ എത്തിയത്.
ഇതിനു മുൻപ് തന്നെ ക്രിസ്തു ശിഷ്യരുടെയും വിശ്വാസികളുടെയും അടയാളമായി കുരിശ് മാറിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു തോമാസ് ലീഹ കേരളത്തിൽ എത്തിയപ്പോൾ മരത്തിലും കരിങ്കല്ലിലും കൊത്തിയ കുരിശുകൾ സ്ഥാപിച്ചത്. അങ്ങനെ തോമാസ് ലീഹ പ്രതിഷ്ഠിച്ച കരിങ്കൽ കുരിശാണ് ഇന്നും കോട്ടയ്ക്കാവിലെ പഴയ പള്ളിയിൽ സൂക്ഷിക്കപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന കൽദായ, അതായത് പേർഷ്യൻ മെത്രാന്മാരായ മാർ സപ്പോറിൻ്റെയും മാർ പ്രോത്തിൻ്റെയും കാലത്ത് മാർ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളി പുതുക്കി പണിതപ്പോൾ അവർ ഈ കുരിശ് പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നു മുതൽ ഈ കുരിശ് പേർഷ്യൻ കുരിശായി അറിയപ്പെടുന്നു. കോട്ടക്കാവ് പള്ളി ഒരു കാലത്ത് ഈ ഇരട്ട മെത്രാന്മാരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1599 ഉദയംപേരൂർ സൂനോദോസിന് ശേഷം പാശ്ചാത്യ സഭയിലെ ഇരട്ട വിശുദ്ധരായ വിശുദ്ധ ഗർവാസീസിൻ്റെയും പ്രോത്താസീസിൻ്റെയും പേര് ഈ പള്ളിക്ക് നൽകപ്പെട്ടു. മാർ തോമാസ് ലീഹ മാമോദീസ നൽകിയ കുളം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കോട്ടയ്ക്കാവ് പഴയ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വലതുവശത്തായി കാണുന്ന കുളത്തിലാണ് തോമാസ് ലീഹ ആദ്യമായി ഇവിടെ ആളുകൾക്ക് മാമോദീസ നൽകിയത്. ഇതൊരു ക്ഷേത്രക്കുളമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുളക്കരയിൽ എല്ലാ വർഷവും ജൂലൈ 3-ന് മാർ തോമാസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ ദിവസം സമൂഹ മാമോദീസ നടത്തുകയും കുളക്കരയിൽ വെച്ച് വിശ്വാസികൾ മാമോദീസ വ്രത നവീകരണവും വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന പതിവും ഇപ്പോഴും നിലനിർത്തി വരുന്നു. മാർ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയുടെ ചുറ്റുമതിൽ ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ പള്ളിയിൽ. മാർ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയുടെ ചുറ്റുമതിലിൻ്റെ പടിഞ്ഞാറ് വശത്തെ കുറച്ച് ഭാഗങ്ങളും പ്രധാന കവാടവും ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തി അത് അവിടെ നിലനിർത്തി വരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പഴയ പള്ളിയുടെ അൾത്താരയും ആ അൾത്താരയ്ക്ക് പ്രത്യേക പദവിയും നൽകിയിട്ടുണ്ട് ഈ പള്ളിയിൽ. മാർ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളി 1308-ൽ 3-ാമത്തെ പള്ളി സ്ഥാപിച്ചതായിട്ടാണ് ചരിത്രരേഖകളിൽ കാണുന്നത്. ഈ പള്ളിയുടെ അൾത്താരയും മേൽത്തട്ടിയും അതിലെ ചിത്രപ്പണികളും വളരെ ശ്രേഷ്ഠമാണ്. ഈ പഴയ പള്ളിയുടെ അൾത്താരയ്ക്ക് 13-ാം ഗ്രിഗോറിയോസ് പാപ്പ പ്രത്യേക ദണ്ഡവിമോചന പദവി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ പള്ളിയിൽ വന്ന് ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനുള്ള നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനം ലഭിക്കുന്നു. മാർ തോമാസ് ലീഹായുടെ ഇറ്റലിയിലെ ഓർത്തോണായിൽ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പ് ഈ പള്ളിയിലെ മാർ തോമാസ് ലീഹായുടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ പഴയ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാർ തോമാസ് ലീഹായുടെ 400 വർഷത്തോളം പഴക്കമുള്ള അത്ഭുത രൂപം ദുഃഖാന തിരുനാളിനും പുതുഞായർ തിരുനാളിനും മാത്രമാണ് പുറത്തെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി 1607-ൽ നിയമിതനായ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് 1609 മുതൽ ഈ പള്ളിയിൽ താമസിച്ചാണ് ഭരണം നടത്തിയത്. 1624 ഫെബ്രുവരി 18-ന് മരിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം പഴയ പള്ളിയുടെ അൾത്താരയിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. ഇന്നും ഈ കബറിടം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ കബറിടത്തിൻ്റെ മുകളിലിട്ടിരുന്ന പഴയ മലയാള ലിപിയായ വട്ടെഴുത്തിലെഴുതിയ 400 വർഷം പഴക്കമുള്ള കരിങ്കൽ ശിലാഫലകവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കുടുംബക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു കുരിശുപുരയും അതിലെ കരിങ്കൽ കുരിശും ഇവിടുത്തെ പ്രത്യേകതയാണ്. മാർ തോമാസ് ലീഹായുടെ ഓർമ്മയ്ക്കായി നടത്തപ്പെടുന്ന നേർച്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മട്ടം എഴുന്നള്ളിപ്പ് നേർച്ച. മട്ടം, കുന്തം, കൈവിരൽ എന്നീ 3 ഭക്തവസ്തുക്കളാണ് മട്ടം എഴുന്നള്ളിപ്പിൽ വഹിക്കുന്നത്. കൈവിരൽ തോമാസ് ലീഹ ഈശോയുടെ തിരുമുറിവിൽ തൊട്ടതിനെയും, കുന്തം സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെയും, മട്ടം സ്ലീഹായുടെ തൊഴിലിനെയുമാണ് സൂചിപ്പിക്കുക. സോന്തോം സാഹ മ്യൂസിയം സ്ലീഹ കേരളക്കരയിൽ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും അത്ഭുത പ്രവർത്തനങ്ങളെയും ആവിഷ്കരിക്കുന്ന കലാരൂപങ്ങളും സംഭവങ്ങളും അടങ്ങിയ ഒരു മ്യൂസിയമാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മാർ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ കോട്ടയ്ക്കാവ് പള്ളി കാഴ്ചയ്ക്കപ്പുറം
ക്രിസ്തു ശിഷ്യനായ നമ്മുടെ പിതാവ് മാർ തോമാശ്ലീഹായുടെ 2 സഹസ്രാബ്ദത്തിനടുത്ത ഓർമ്മകളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുക. ഈ പള്ളി ഒരനുഭവമാണ്, ഒരു ആവേശമാണ് വിശ്വാസികൾക്ക്.